ഇടത് സെനറ്റ് അംഗങ്ങളെ കയ്യിലെടുത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സെനറ്റ് യോഗത്തിലെ പ്രസംഗം. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ. കേരള സർവകലാശാലയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്ന് ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞു. മാസത്തിൽ ഒരു ദിവസമെങ്കിലും കോളേജുകളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. SFI പ്രവർത്തകരുടെ സമരം മൂലം സുരക്ഷാ പ്രശ്നവും ഉന്നയിച്ചുകൊണ്ടാണ് സെനറ്റ് യോഗം നടത്താൻ വൈകിയത്. എന്നാൽ ചാൻസലർ കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആദ്യമായി പങ്കെടുത്ത സെനറ്റ് യോഗത്തിലെ അഭിസംബോധന പ്രസംഗം ഇടതംഗങ്ങളെ ഉൾപ്പെടെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു. യുവതലമുറയെ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രാപ്തരാക്കിയെടുക്കുന്നതിൽ സർവകലാശാലയോടൊപ്പം സെനറ്റ് അംഗങ്ങളും പ്രവർത്തിക്കണമെന്ന് ഗവർണർ. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർവകലാശാലയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണമെന്ന് ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞു. Anti-drugs campaign has to be led by Kerala University. Anti-drug campaign. And mind you, again, our children are not at fault for this. Let me tell you, we are responsible again. What I would suggest is at least one day is to be celebrated in a month as an anti-drug day in the university and the colleges. Let us do some campaign on that day. Have some, if we cannot, we can do away with other teachings. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നത് എന്തിനാണെന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് പരിഹാരം നാം തന്നെ കണ്ടെത്തണമെന്നും ഗവർണർ. കൂടാതെ സെനറ്റ് അംഗങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും രാജ്ഭവനിൽ നേരിട്ടെത്തി അറിയിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.